സനാതന ധർമ്മത്തെയാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ആക്രമിക്കപ്പെടുന്നത്. ആ ആക്രമണം തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ബുദ്ധിജീവികൾ അവകാശപ്പെടുന്ന ഈ ഏറ്റവും പിന്തിരിപ്പന്മാരായിട്ടുള്ള ലിബറൽസ് മുതൽ ഇവിടെ കമ്മ്യൂണിസ്റ്റുകൾ മുതൽ മാധ്യമപ്രവർത്തകർ വരെ വലിയ സിൻഡിക്കേറ്റ് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ സനാതനധർമ്മം ഈ ആക്രമണങ്ങളെ, കുരമ്പുകളെ എല്ലാം ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ഈ പറയുന്ന ലോകമാകെ അത് പടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ ഇത്രയധികം ആക്രമണം ഈ സനാതന ധർമ്മത്തിനെതിരെ നടത്തുന്നത്? സ്റ്റാലിൻ്റെ മകൻ പറഞ്ഞാൽ അറിയാം, അബ്ജോദ് വർഗീസ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ പറഞ്ഞത് അറിയാം, ശിവഗിരിയിൽ പോയെന്ന് പിണറായി വിജയൻ വരെ പറഞ്ഞു സനാതന ധർമ്മത്തിനെതിരെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആക്രമിക്കപ്പെടുന്നത്? അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇപ്പം ശിവഗിരിയിൽ പിണറായി വിജയൻ എന്നുള്ളതല്ല, മുഖ്യമന്ത്രി പറയുമ്പം അത് ഒന്ന് ചരിത്രം അറിയാത്തത് കൊണ്ടാണ്. കാരണം ശ്രീനാരായണ ഗുരുദേവൻ പുനഃസ്ഥാപിച്ചത് സനാതനധർമ്മത്തെയാണ്. അതെ. അപ്പോൾ ഇവർ ഇത് ആക്രമിക്കുന്നത്, സനാതനധർമ്മത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ആക്രമിക്കുന്നത് ഭാരതത്തെയാണ്. കാരണം ഭാരതം നിലനിൽക്കുന്ന ഈ സനാതനധർമ്മം എന്ന് പറയുന്നത് മതമല്ല. ഇവരിത് വിചാരിക്കുന്നത്, ഇവർക്കറിയാവുന്നത് ഒരു സെമറ്റിക് മതത്തിൻ്റെ കാഴ്ചപ്പാടാണ് ഇവർക്കറിയാവുന്നത്. മതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. പ്രവാചകൻ, പിന്നെ മതം, ഗ്രന്ഥം, പിന്നെ ഈ പറയുന്ന ചിട്ടവട്ടങ്ങൾക്കനുസരിച്ച് മതനേതൃത്വം പറയുന്നതനുസരിച്ച് മാത്രം ജീവിക്കുന്ന ഒരു സെമറ്റിക് മത കാഴ്ചപ്പാടാണ് ഇവർക്കൊക്കെ അറിയൂ. ഈ ആക്രമിക്കുന്നവർക്കൊക്കെ അറിയാവുന്ന മതം എന്ന് പറയുന്നത് അതാണ്. മതം ഇത് തന്നെയാണ് ധർമ്മമെന്നാണ് ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. അത് അവരുടെ വിവരക്കേടാണ്. ധർമ്മം എന്ന് പറയുന്നത് മതമല്ല. ധർമ്മം എന്ന് പറയുന്നത് ഈ സാമൂഹിക ജീവിതത്തിന് അഥവാ പ്രാപഞ്ചിക ജീവിതത്തിന് സന്തുലിതമാക്കി നിർത്താനുള്ള ഒരു ജീവിതക്രമമാണ്. അത് മതമല്ല. അപ്പോൾ ആ ജീവിതക്രമമാണ് ഭാരതത്തിൻ്റെ സംസ്കാരത്തെ രൂപപ്പെടുത്തിയത്. അപ്പോൾ ഭാരതത്തിൻ്റെ സംസ്കാരം നിലനിൽക്കുന്നത് അതിന് അനുഗുണമായ ഒരു ഈ സനാതനം എന്ന് പറഞ്ഞാൽ എക്കാലവും നിലനിൽക്കുന്നത്, പ്രപഞ്ച നിയമം എക്കാലവും നിലനിൽക്കുന്നതാണ്. അത് മനുഷ്യനുണ്ടാക്കുന്നതല്ലല്ലോ. ഇപ്പം ഭൂമിയല്ല ഗോളങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്നത് ആര് കാരണം? ഏതെങ്കിലും മതം കാരണമാണോ? അല്ല. അതിന് സനാതനമായ ഒരു സത്യം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതാരും ഉണ്ടാക്കുന്നതല്ല. അത്തരം സനാതനമായ എക്കാലവും നിലനിൽക്കുന്ന പ്രാപഞ്ചിക സത്യത്തിന് ആണ് സനാതനത്വം എന്ന് പറയുന്നത്. ആ പ്രാപഞ്ചിക തത്വത്തിനനുസൃതമായി ജീവിക്കുന്നതിന് വേണ്ടി ചിട്ടപ്പെടുത്തിയ ഒരു ജീവിതക്രമത്തെയാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. അതാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിത്തറ. അപ്പോൾ ഭാരതം നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ സംസ്കാരം നിലനിൽക്കുന്നത് കൊണ്ടാണ്. ആ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനമായ ധർമ്മചിന്ത നിലനിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഭാരതത്തെ നശിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? ആദ്യം ഈ സനാതനധർമ്മത്തെ നശിപ്പിക്കണം. സനാതനധർമ്മം നശിച്ചാൽ എന്ത് സംഭവിക്കും? ആ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്ന ജനതയില്ലാതാവും. ജനതയില്ലാതായാൽ ഭൂമി അധികാരം നഷ്ടപ്പെടുത്താൻ വിഷമമില്ല. പിന്നെ നഷ്ടപ്പെടുത്തണ്ട. ജനതയില്ലാതായാൽ പിന്നെ രാഷ്ട്രമില്ല. രാഷ്ട്രം മരിച്ചു സ്വാഭാവികമായിട്ടും. രാഷ്ട്രം മരിക്കും എന്നൊരു സാഹചര്യമുണ്ട്. ധർമ്മം മരിക്കും. ധർമ്മസങ്കല്പം നിലനിൽക്കും. പക്ഷേ ആ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്ന ജനത ഇല്ലാതെയാവും. അപ്പോൾ ഒരു രാഷ്ട്രത്തെ, വിശേഷിച്ചും ഭാരതത്തെ ഇല്ലാതെയാക്കാൻ ആ ഭാരതത്തിൻ്റെ അടിസ്ഥാന സംസ്കാരം അനുസരിച്ച് ജീവിക്കുന്ന ജനതയെ ഇല്ലാതെയാക്കുകയാണ് വേണ്ടത്. ഇല്ലാതെയാക്കാൻ പല വഴികളുണ്ട്. ഒന്ന്, ഉന്മൂലനം ചെയ്യാം, കൊന്നൊടുക്കാം. അതാണ് ഈ മുഗള ആധിപത്യ കാലത്തൊക്കെ മുസ്ലിം ആക്രമണ കാലങ്ങളിലൊക്കെ സംഭവിച്ചത്. കൊന്നൊടുക്കുക എന്നുള്ളതായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ യൂറോപ്യന്മാർ വന്നപ്പോൾ അവർ കുറച്ചുകൂടി അകത്തോട്ട് കടന്നു. അവർ കൊല്ലുന്നതിന് പകരം ഓരോ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഈ സനാതന ധർമ്മത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെ വികലമായിട്ട് അവതരിപ്പിക്കുക. 2-3 പണികളാണ് അവർ ചെയ്തത്. ഒന്ന്, സങ്കല്പങ്ങളെ വികലമാക്കാം. അത് പറ്റാമല്ലോ. ഏത് സങ്കല്പത്തിനെയും വികലമാക്കാം. ഇപ്പം ഗുരു എന്ന സങ്കല്പത്തെ അവർ പറഞ്ഞു, എന്ത് ഗുരു എന്നൊക്കെ പറയുന്നത് അത് ചുമ്മാ നിങ്ങളെ ചൂഷണം ചെയ്യാനുള്ള ഒരു ഏർപ്പാട് മാത്രമാണ്. അമ്മ എന്ന സങ്കല്പം വെറുതെ നിങ്ങളെ സ്ത്രീകളെ അടിമയാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ അമ്മ, കുടുംബം എന്നൊക്കെയുള്ള ഏർപ്പാട്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമല്ലേ വേണ്ടത്? അതുകൊണ്ട് നിങ്ങൾ സ്വതന്ത്രരായിട്ട് ജീവിക്കുക, കല്യാണം കഴിക്കുക, മക്കളെ വളർത്തുക, കുടുംബമായിട്ട് കഴിയുക എന്നൊക്കെയുള്ളത് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടാണ്. അപ്പോൾ എന്തുവേണ്ടി? നിങ്ങളെ സ്വതന്ത്രരാക്കാനെന്ന വ്യാജേന ഈ സങ്കല്പങ്ങളെയാണ് അവർ വികലമാക്കുന്നത്. അപ്പോൾ സങ്കല്പങ്ങളെ വികലമാക്കുക, ദൈനംദിനം ചെയ്യുന്ന കാര്യങ്ങളെ യുക്തിയുടെയോ ശാസ്ത്രത്തിൻ്റെയോ പേര് പറഞ്ഞ് അത്തരം ജീവിതക്രമങ്ങളെ അശാസ്ത്രീയമെന്നും പ്രചരിപ്പിക്കുക, അതിനോടുള്ള ആഭിമുഖ്യം നഷ്ടപ്പെടുത്തുക, അപകർഷബോധം സൃഷ്ടിക്കുക. അപകർഷബോധം സൃഷ്ടിച്ചാൽ എന്ത് സംഭവിക്കും? തീർന്നു.
കയ്യിലുള്ളത് ഉപേക്ഷിക്കുക. കാരണം എൻ്റെ കയ്യിലുള്ളത് കൊള്ളരുതാത്താണ്. ഈ പണ്ട് തിരുമേനിയുടെ കയ്യിലിരുന്ന ആടിനെ വിൽക്കാൻ കൊണ്ടുപോയ ആടിനെ പട്ടിയാക്കി എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? തിരുമേനി ഈ പട്ടിയെ കൊണ്ട് പക്ഷെ നാണമില്ലേ എന്ന് പലതവണ ചോദിച്ചപ്പം തിരുമേനിക്ക് തന്നെ തോന്നി, അല്ല ഇത് പട്ടിയാണോ, പട്ടിയെ ഇങ്ങനെ എടുത്തോണ്ട് എളി വെച്ചുകൊണ്ട് നമുക്ക് നാണക്കെടുന്ന, അപ്പോൾ വലിച്ചെറിഞ്ഞു. അപ്പം ഇതേ തന്ത്രമാണ്, നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് വൃത്തികെട്ട സാധനമാണ്, നാണമില്ലേ എന്ന് ചോദിച്ചാൽ അയ്യ ഇത് ഇത്ര വൃത്തികെട്ടാണോ, വലിച്ചെറിയും. അപ്പോൾ ആ അപകർഷബോധം സൃഷ്ടിക്കുക, അതാണ് ഇപ്പോൾ ചെയ്യുന്ന യുദ്ധം ഒന്ന്. ശാരീരിക യുദ്ധത്തെ കഴിഞ്ഞും പ്രധാനം അവരുടെ ബുദ്ധിയിൽ വിപ്ലവം സൃഷ്ടിക്കുക എന്നുള്ള വിഷം. ഏകം വിഷരസോഹന്തി ശസ്ത്രേണൈകശ്ച വധ്യതേ സരാഷ്ട്രം സപ്രജം ഹന്തി രാജാനാം മന്ത്രവിപ്ലവ എന്നൊരു സുഭാഷിതമുണ്ട്. വിഷം കൊടുത്താൽ ഒരാളെ കൊല്ലാനേ പറ്റുള്ളൂ. ഒരാൾക്ക് വിഷം കൊടുത്താൽ അയാൾ ചാവും. വാൾ കൊണ്ട് വെട്ടിയാലോ ഒരാൾ ചാവും. അപ്പോൾ ആയുധം കൊണ്ടും വിഷം കൊണ്ടൊക്കെ ഒരാളെ കൊല്ലാനേ പറ്റുള്ളൂ. പക്ഷെ ബുദ്ധിയിൽ, ജനങ്ങളുടെ ബുദ്ധിയിൽ നിങ്ങൾ വിഷം കലർത്തിയാൽ ഒരു ജനതയെ തന്നെ ഇല്ലാതെയാക്കാം എന്നുള്ളതാണ് ഇത് മഹാഭാരതത്തിൻ്റെ സന്ദേശമാണ്. അപ്പോൾ അത്തരം മന്ത്രവിപ്ലവമാണ്, അതാണ് ഈ നരേറ്റീവ് എന്ന് പറഞ്ഞ് പുതിയ ആഖ്യാനങ്ങൾ, ഇപ്പം ന്യൂ നരേറ്റീവ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യാൻ ആദ്യം പുതിയ ആഖ്യാനങ്ങളിലൂടെ സങ്കല്പങ്ങളെ ദുർബലപ്പെടുത്തുക, ആ സങ്കല്പങ്ങൾ കെട്ടതാണെന്ന് പറയുക, അത് അനുസരിച്ച് ജീവിക്കുന്ന, അതിൻ്റെ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവരെ അപരിഷ്കൃതരെന്ന് പ്രചരിപ്പിക്കുക. അങ്ങനെ പ്രചരിപ്പിച്ച് അപകർഷബോധമുള്ള ഒരു ജനതയായി മാറിയാൽ ആ ജനതയെ, അടിമ മനോഭാവമുണ്ടായ ഒരു ജനതയെ കീഴടക്കാൻ പിന്നെ നിങ്ങൾക്ക് ആയുധം വേണ്ട, അതെ, നിങ്ങളെ നന്നാക്കാനാണ് ഞങ്ങൾ വന്നത് എന്ന് പണ്ട് യൂറോപ്യന്മാർ പറഞ്ഞത് തന്നെ ഇപ്പോഴും പറയാം. അതാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പക്ഷേ ഇപ്പോൾ ഒരു വ്യത്യാസം വന്നതെന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ പഠിക്കാൻ തുടങ്ങിയ ആൾക്കാർ, വിദ്യാസമ്പന്നരായ ആൾക്കാരും ശാസ്ത്രജ്ഞന്മാരും പണ്ഡിതന്മാരും അടക്കം എന്താണ് സനാതനധർമ്മം എന്ന് പഠിച്ചു തുടങ്ങിയെന്ന് മാത്രമല്ല, പണ്ട് പഠിച്ചതൊക്കെ ഇപ്പോൾ വെളിയിലേക്ക് വന്നു. ആഗോളതലത്തിൽ ശാസ്ത്രജ്ഞന്മാർ പഠിച്ചത് ഒക്കെ അവരുടെ ഗതി. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വന്നപ്പോൾ ഉണ്ടായ ഒരു മെച്ചം അതാണ്, ഇവർ പറഞ്ഞ നുണകളൊക്കെ നുണയാണെന്നും സത്യം വേറെയാണെന്നും സനാതനധർമ്മം എന്ന് പറഞ്ഞെന്നാൽ ഈ പറയുന്ന ജാതിയും പഴക്കവും അല്ല എന്നും ഒക്കെ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി. ആൾക്കാർക്ക് മൂളയുണ്ടല്ലോ, ഇവർ വിചാരിച്ചത് ഇവർക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ എന്നാണ്. അതിൽ കൂടുതൽ ബുദ്ധിയുള്ളവരുണ്ട്. അപ്പം സനാതനധർമ്മത്തെ പഠിച്ചു തുടങ്ങി. ഇത് മാത്രമല്ല, ഈ ഏത് ധാർമ്മിക മത സമൂഹത്തിനും 3 തലമുണ്ടെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് അതിൻ്റെ ക്രിയാകലാപം എന്നതിന് പറയും. എന്ന് വെച്ചാൽ ഈ ചടങ്ങുകൾ, അങ്ങോട്ട് ചെയ്തു ഇങ്ങോട്ട് ചെയ്തു, തിരിച്ചു എഴുന്നേറ്റു വെച്ചു, ഇത്തരം ക്രിയകളുണ്ട്, പ്രക്രിയകൾ. അതെല്ലാ മതത്തിലും ഉണ്ടാവും, ചില ആരാധനാക്രമങ്ങളോ കാര്യങ്ങളൊക്കെ. മറ്റൊന്ന് അതിൻ്റെ പുരാണ കഥാഭാഗമാണ്, അവിശ്വസനീയമായ കഥകൾ. അത് സ്വാഭാവികമാണ്, സാധാരണ ആൾക്കാർക്ക് അതൊക്കെ വേണ്ടി വരും. ചിലപ്പോൾ അവർക്ക് നിങ്ങൾ തത്വം പറഞ്ഞാൽ അവർക്ക് എന്ത് മനസ്സിലാവാണ്, പാവങ്ങൾക്ക് അതുണ്ടാവും. മൂന്നാമത്തത് അതിൻ്റെ ദാർശനിക ഭാഗമാണ്. സനാതനധർമ്മം നിലനിൽക്കുന്നത് ഈ ദർശനത്തിലാണ്, അതല്ലാതെ ചില ചടങ്ങുകളിലല്ല, വിശ്വാസങ്ങളിൽ മാത്രമല്ല. ആ സനാതനധർമ്മ വിശ്വാസം എന്നല്ല പറയുന്നത്, സനാതനധർമ്മ ആചരണം എന്നാണ്. ആചരിച്ച് കാണിച്ചാലേ ധർമ്മം നിലനിൽക്കും. നിങ്ങൾക്കൊരു മതവിശ്വാസിയാകാൻ ചില കാര്യങ്ങൾ വിശ്വസിച്ചാൽ മതി, പക്ഷേ ധാർമ്മികനാകാൻ പറ്റില്ല. സനാതനധർമ്മമായിട്ട് ജീവിക്കണമെങ്കിൽ നിങ്ങൾ ആ ധർമ്മം അനുസരിച്ച് ജീവിക്കണം. ആ ധർമ്മം എന്ന് പറയുന്നത് സമൂഹത്തിനെ പരിപോഷിപ്പിക്കുന്ന, സമൂഹത്തിനെ സംരക്ഷിച്ച് നിർത്തുന്ന, പരസ്പരം പോഷിപ്പിക്കുന്ന, നശീകരണമല്ലാത്ത അത്തരം ഭാവാത്മകമായ ജീവിതക്രമത്തിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്, നിഷേധാത്മകമല്ല. ധർമ്മം ഒരിക്കലും നിഷേധാത്മകമല്ല. അപ്പോൾ സനാതനധർമ്മം എന്ന് പറയുന്നത് ആചരണമാണ്. അപ്പോൾ സനാതനധർമ്മം നിലനിൽക്കാൻ വേണ്ടതും ആക്രമിക്കുന്നൊരു പണ്ടും ഇത് പുതിയ കേസല്ല, എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സനാതനധർമ്മം ആക്രമിക്കപ്പെടുന്നു എന്നുള്ളത് പുതിയ കാര്യമല്ല, അത് നൂറ്റാണ്ടുകളായിട്ട് ചെയ്തു വരുന്നുണ്ട്. സനാതനധർമ്മത്തെ നിലനിർത്താൻ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നതും നമ്മുടെ ആചാര്യന്മാർ മുന്നോട്ട് വെച്ചിട്ടുള്ളതും ജീവിതത്തിൽ ആചരിക്കുക എന്നുള്ളതാണ്. ശ്രീനാരായണ ഗുരുദേവനും അയ്യാ വൈകുണ്ഠ സ്വാമികളും ശുഭാനന്ദ ഗുരുദേവനും അടക്കമുള്ള കേരളത്തിലെ നവോത്ഥാന നായകർ മുഴുവൻ മുൻപോട്ട് വെച്ചത് ആചരണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങളിത് വിശ്വസിക്കണം എന്നല്ല. അതുകൊണ്ട് സനാതനധർമ്മം, സനാതനധർമ്മികൾ എന്ന് വേണമെങ്കിൽ പറയാം. സനാതനധർമ്മ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ തെറ്റി. വിശ്വാസമല്ല, വിശ്വാസം മതത്തിന് ആവശ്യമാണ്. ധർമ്മം നിലനിൽക്കാൻ ആചരണമാണ് ആവശ്യം.
അതുകൊണ്ട് സനാതനധർമ്മത്തിൻ്റെ സങ്കല്പങ്ങൾ, ഇപ്പോൾ പ്രകൃതി സങ്കല്പം, കുടുംബസങ്കല്പം, മാതൃസങ്കല്പം, പ്രപഞ്ചസങ്കല്പം, ഇത്തരം സങ്കല്പങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ സാമൂഹിക, ഇപ്പോൾ ധർമ്മം എന്തിനാണ്? ഒരാൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല, സമൂഹമായി ജീവിക്കുന്നിടത്താണ് ധാർമ്മികത വേണ്ടി വരുന്നത്. ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നതെങ്കിൽ ഞാൻ എങ്ങനെ ജീവിച്ചാൽ എന്താ, നിങ്ങൾക്ക് രണ്ടാമതൊരാളെ ബാധിക്കാനില്ല. മനസ്സിലായോ? ധർമ്മം എന്ന് പറയുന്നത് കൂട്ടായ ജീവിതത്തിനാണ്. ഒന്നിച്ച് ജീവിക്കുമ്പോൾ പരസ്പരം ഇഴുകിച്ചേർന്ന് ജീവിക്കാൻ ആവശ്യമായ ജീവിതക്രമം. അപ്പോൾ ഒന്നിച്ച് ജീവിക്കുന്നതിനാണ്, സാമൂഹിക ജീവിതത്തിനാണ് ധർമ്മം ആവശ്യം. വ്യക്തി സ്വാതന്ത്ര്യവാദത്തിൽ സമൂഹ ജീവിതമില്ല, സാമൂഹിക ചിന്തയില്ല, സാമൂഹിക ബോധമില്ല. വെറും മൃഗങ്ങളാണ്. വെറും പന്നികളെപ്പോലെ, പട്ടികളെപ്പോലെ, തെരുവ് നായ്ക്കളെപ്പോലെ കഴിയാൻ വേണ്ടിയിട്ടാണ് ഈ വ്യക്തി സ്വാതന്ത്ര്യവാദവും ഈ സനാതനധർമ്മ വിരുദ്ധതയും പറയുന്നത്. യഥാർത്ഥത്തിൽ ധർമ്മം എന്ന് പറയുന്നത്, സനാതനധർമ്മം എന്ന് പറയുന്നത് സമൂഹ ജീവിതത്തിനെ പരസ്പരം തകർക്കപ്പെടാതെ പോഷിപ്പിക്കാൻ, പരസ്പരം എന്നാലേ ധർമ്മം ആവൂ. നിങ്ങളൊരു ഒരു കൊള്ളരുതായ്മ കാണിച്ചിട്ട് ഇത് സനാതനധർമ്മം, പണ്ടങ്ങനെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ജാതീയമായി നീ അവിടെ മാറി നിൽക്ക്. അതെന്താ അങ്ങനെ മാറി നിൽക്കാൻ പറഞ്ഞ്? അതാണ് സനാതനധർമ്മം എന്ന് പറഞ്ഞിരുന്നു. അത് തെറ്റായിരുന്നു. സനാതനധർമ്മത്തിൽ അതില്ല അങ്ങനെ. പക്ഷേ ആരൊക്കെ ചിലർ പറഞ്ഞു ഇതാണ്, കേട്ടവർ പാവങ്ങൾക്ക് അത് നേരാണോ ശരിയാണോ തെറ്റാണോ എന്ന് അറിയാത്തത് കൊണ്ട് അവർ നേരാണെന്ന് വിചാരിച്ചു. അപ്പോൾ സനാതനധർമ്മം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ ചീത്ത കാര്യങ്ങളല്ല. സനാതനധർമ്മം എന്ന് പറയുന്നത് ആ പരസ്പരം പോഷിപ്പിക്കുന്നത് എന്താണോ അതാണ് ധർമ്മം. പരസ്പരം സംരക്ഷിക്കുന്നത് എന്താണോ അതാണ് ധർമ്മം. പരസ്പരം മുന്നേറുന്നത് ഏതാണോ അതാണ് ധർമ്മം. പരസ്പരം വിജയിക്കുന്നത് ഏതോ അതാണ് ധർമ്മം. അതല്ലാത്തതൊന്നും സനാതനധർമ്മത്തിൻ്റെ ഭാഗമല്ല. ഇത് ഓർത്തുകൊണ്ട് സനാതനധർമ്മ ആചരണക്കാരുടെ എണ്ണം കൂട്ടുകയാണ് സനാതനധർമ്മം നിലനിൽക്കാൻ ആവശ്യം. വിശ്വാസികളുടെ എണ്ണം കൂട്ടുകയല്ല, ധർമ്മമനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂട്ടണം.